ഹലോ ഗായ്സ്. അപ്പോൾ നമുക്കിന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. ഏട്ടൻ വന്നിട്ടുള്ള ആദ്യത്തെ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇതിനോടൊപ്പം ഒരു മാരേജും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു കുട്ടി ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. ഏട്ടൻ്റെ കസിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് കുറേ വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. ഒന്നും എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നിരുന്നത് ഒരു ഹാളിലായിരുന്നു. അപ്പോൾ ഇതാണ് നൈഹ ബേബി ബർത്ത്ഡേ ഗേള്. ഇയാളെ വലിയ ഇഷ്ടമാട്ടോ നമ്മുടെ കുഞ്ഞുമണീസിന്. അപ്പോൾ അതാണ് ഒപ്പം നിന്നിട്ട് കുറച്ച് കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അവളെ കണ്ടിട്ട്. അത്യാവശ്യം വലുതുമല്ലെന്ന് അത്യാവശ്യം ചെറുതല്ലാത്തൊരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പം ഞാനായാലും ഏട്ടനായാലും ഏട്ടൻ്റെ ഫാമിലിയിലുള്ളവരെ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നൊരു സമയമാണ് കുറേ സമയത്തിന് ശേഷം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡെക്കറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ തേജു വലിയ ഹാപ്പിയാണ്. ആള് പാട്ടും കാര്യമൊക്കെ ആയപ്പോൾ അവൾ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനുള്ള ഏകദേശം ടൈം ആയപ്പോൾ ഇതേ ആളെ റെഡിയാക്കി സെറ്റായിട്ടുണ്ട്. ആളുടെ എൻട്രി ഇതുപോലെ കാറിലായിരുന്നു. ഏട്ടൻ്റെ ഇവിടുത്തെ ഫാമിലി വലിയതാട്ടോ. അപ്പോൾ അവരിപ്പോൾ ഒരുപാട് കസിൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മളെ തേജുമോള് ഡാൻസ് നിർത്തിയിട്ടില്ല, മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കേക്ക് കട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിയാനുള്ള സമയം ഒരുപാടായതുകൊണ്ട് ഞങ്ങളൊന്നും നോക്കിയില്ല. ഫുഡ് അടിക്കൽ കഴിഞ്ഞു. ഇതേ ഐസ്ക്രീം കഴിക്കുന്നത് വരെ എത്തി. ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു ഫാമിലി ഫോട്ടോയും എടുത്തിട്ട് നമ്മൾ വേഗം തന്നെ സ്കൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ